ഹലോ, താനിതെവിടെ? സാറ് തിരക്കുന്നുണ്ടായിരുന്നു. എന്നെ പോലീസ് പിടിച്ചു. അണ്ടർ കവർ ടീമായിരുന്നു പിടിച്ചത്. എന്നെ കൊന്നുകളയാൻ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയപ്പോ ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടതാ. എന്നെ അന്വേഷിച്ച് അവർ പുറകെ വരുന്നുണ്ട്. എനിക്ക് ഒളിക്കാൻ ഒരു സ്ഥലം വേണം. ഈ സാറിനോട് പറഞ്ഞ് വേഗം എന്തെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്താ. ഒന്ന് ഹോൾഡ് ചെയ്യും, ഞാൻ സാറിനോടൊന്ന് സംസാരിക്കാം. ശരി, പെട്ടെന്ന് വേണം. ഇതൊന്നും കേൾക്കുന്നില്ലല്ലോ. വെയിറ്റ്. നീ എക്സിന്റെ അടുത്തേക്ക് ചെന്നാ മതിയെന്ന് സാറ് പറഞ്ഞത്. ആ, ഓക്കെ. അവൻ ഉടനെ എക്സിനെ വിളിക്കും, അല്ലെങ്കിൽ അടുത്തേക്ക് പോകും. എക്സ് ആരാണെന്ന് അറിയാനുള്ള ഏറ്റവും നല്ല അവസരം ഇത്. ഹലോ പൃഥ്വി, നീ ഇനി നമ്മളയാളെ പോലീസിന് രക്ഷിക്കാൻ നടക്കണ്ട. അവൻ അണ്ടർ കവർ ടീമിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ആണോ? അതൊരു നല്ല വാർത്തയാണല്ലോ. ആ, അപ്പോ നമുക്ക് അണ്ടർ കവർ ടീമിന്റെ ഡീറ്റെയിൽസും അവന്റെ കയ്യിൽ നിന്ന് കിട്ടുമല്ലേ? ആ പ്രതീക്ഷ എനിക്കുണ്ട്. ഞാൻ പക്ഷെ സ്ഥലത്തില്ല. അതുകൊണ്ട് ഇന്ന് അവനെ നീ നോക്കണം. അവൻ നിന്നെ വിളിക്കും. അവന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്താൽ മാത്രം മതി. ഇന്ന് ഞാൻ ലോക്കാണ്. എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിന്നോട് ഈ രീതിയിലൊന്നും സംസാരിക്കരുതെന്നൊരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. എന്റെ സാഹചര്യം ഞാൻ പറയാതെ വേറെ ആര് പറയും? ഇന്നിപ്പോ എന്തിന്റെ പേരിലായാലും എന്നെ കൊല്ലുമെന്ന് പറഞ്ഞാലും എനിക്ക് വരാൻ പറ്റില്ല. ഓക്കെ, നീ പുറത്തിറങ്ങണ്ട. അവൻ വിളിക്കുമ്പോ നീ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് കൊടുത്താൽ മതി. ശരി. എന്താ, പുറത്തു പോകാനാണോ പ്ലാൻ ഇടുന്നത്? ഇല്ല, ഞാനേ എങ്ങും പോവാൻ പോകുന്നില്ല. ഇവിടെ തന്നെ ഉണ്ടാവും. പോരെ? എന്നാലേ ഞാൻ ചെന്ന് ഫുഡ് എടുത്തു വെക്കാം. ശരി, ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. ആരെ കാണാനാ? മഹാദേവൻ. മഹാദേവനെയോ? അതെ, എനിക്ക് അദ്ദേഹത്തെ അത്യാവശ്യമായി ഒന്ന് കാണണമായിരുന്നു. അത് മഹിയേട്ടൻ ഇവിടെ ഇല്ലല്ലോ. എന്താ കാര്യമെന്ന് പറഞ്ഞാ ഞാൻ അറിയിക്കാം. ഞാൻ അല്ല, എനിക്ക് അദ്ദേഹത്തോട് നേരിട്ട് പറയേണ്ട കാര്യമാണ്. അദ്ദേഹം എപ്പോഴാ വരിക? ഒരാഴ്ച കഴിയും. എന്നാ പിന്നെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വന്ന് കണ്ടോളാം. അല്ല, ആര് വന്നൊന്ന് പറയണം. വേണ്ട, ഒന്നും പറയണ്ട. ഞാൻ പിന്നെ വന്ന് കണ്ടോളാം. നിങ്ങൾ ആരാ? എവിടുന്നാ വരുന്നത്? എനിക്ക് അദ്ദേഹത്തെ അറിയാം. ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കാനാ. അതിനുവേണ്ടി മാത്രം ഞാൻ വന്ന്. നിങ്ങളുടെ വീട് എവിടെയാ? പാലക്കാടാ. മഹിയേട്ടൻ കുറെ നാൾ പാലക്കാട് ഉണ്ടായിരുന്നല്ലോ. അതെ. അവിടെ വെച്ചുള്ള പരിചയമാണോ? ഇവൾക്ക് മഹിയേട്ടനുമായിട്ട് എന്തോ ബന്ധമുണ്ട്. ഒന്ന് എറിഞ്ഞു നോക്കാം. പാലക്കാട് താമസിക്കുന്ന സമയത്ത് മഹിയേട്ടൻ ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ആളാണോ നിങ്ങള്? അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ആ, ഉണ്ട്. ഇവിടെ കുറച്ചു പേർക്കൊക്കെ ആ കാര്യം അറിയാം.
അദ്ദേഹം പറഞ്ഞ ആള് ഞാൻ തന്നെയാ. എന്താ പേര്? ശുഭ. ശുഭ ഒരുപാട് താമസിച്ചു പോയി. മഹിയേട്ടൻ മറ്റൊരു വിവാഹം കഴിച്ചു.